എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അൽഷിമേഴ്സ് രോഗം ചികിത്സിക്കുന്നതിനായി പുതിയ വിഷരഹിത തന്മാത്രകൾ വികസിപ്പിച്ച സ്ഥാപനം അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെ. പൂനെയിലെ അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അൽഷിമേഴ്സ് രോഗം ചികിത്സിക്കുന്നതിനായി പുതിയ വിഷരഹിത തന്മാത്രകൾ വികസിപ്പിച്ച സ്ഥാപനം. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ നാഷണൽ പുരസ്കാരത്തിന് അർഹനായത് ജിംസിത്ത് അമ്പലപ്പാട്. ജിംസിത്ത് അമ്പലപ്പാടാണ് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ നാഷണൽ പുരസ്കാരത്തിന് അർഹനായത്. എഴുത്തുകാരുടെ ഗ്രാമം എന്ന പേരിൽ ഒരു സാംസ്കാരിക സംരംഭം അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് എഴുത്തുകാരുടെ ഗ്രാമം എന്ന പേരിൽ ഒരു സാംസ്കാരിക സംരംഭം അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ക്രൂയിസ് ഭാരത് മിഷൻ. ക്രൂയിസ് ഭാരത് മിഷൻ പദ്ധതിയാണ് ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA അസംബ്ലിയുടെ 7ാം സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച നഗരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA അസംബ്ലിയുടെ 7ാം സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് ജൻ. ഭാരത് ജൻ ആണ് നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ബാലഗോപാൽ ചന്ദ്രശേഖർ. ബാലഗോപാൽ ചന്ദ്രശേഖറാണ് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ 2ാം എഡിഷൻ വേദി. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ 2ാം എഡിഷൻ വേദിയായിരുന്നത് കൊച്ചി. കൊച്ചിയായിരുന്നു അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ 2ാം എഡിഷൻ വേദി. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാമാണ്? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ, പാരാ അത്ലറ്റിക്സ് താരമായ പ്രവീൺ കുമാർ, ഹോക്കി താരമായ ഹർമൻപ്രീത് സിംഗ്, ചെസ് കളിക്കാരനായ ഗുകേഷ് ഡി എന്നിവർക്കാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. 2024 ആജീവനാന്ത പുരസ്കാരമായി അർജുന അവാർഡ് ലഭിച്ചത് ആർക്കെല്ലാമാണ്? 2024 അർജുന അവാർഡിൽ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് സുജാ സിംഗ്, മുരളീകാന്ത് രാജാറാം പേത്കർ. പാരാ സ്വിമ്മിംഗ് താരമായ മുരളീകാന്ത് രാജാറാം പേത്കർ, അത്ലറ്റിക്സിൽ സുജാ സിംഗ് എന്നിവർക്കാണ് 2024 ആജീവനാന്ത പുരസ്കാരമായി അർജുന അവാർഡ് ലഭിച്ചത്. 2024 ദ്രോണാചാര്യ അവാർഡ് ജേതാക്കൾ. 2024 ദ്രോണാചാര്യ അവാർഡ് ജേതാക്കൾ ആരെല്ലാമാണ്? സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സാങ്വാൻ. ഹോക്കി താരമായ സന്ദീപ് സാങ്വാൻ, ഷൂട്ടിംഗ് താരമായ ദീപാലി ദേശ്പാണ്ഡെ, പാരാ ഷൂട്ടിംഗ് താരമായ സുഭാഷ് റാണ എന്നിവർക്കാണ് 2024 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. 2024 ആജീവനാന്ത പുരസ്കാരമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ആർക്കെല്ലാമാണ്? 2024 ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത പുരസ്കാരമായി ലഭിച്ചത് ആർക്കെല്ലാമാണ്? S മുരളീധരൻ, അർമാൻഡോ കൊളാക്കോ. ഫുട്ബോൾ താരമായ അർമാൻഡോ കൊളാക്കോ, ബാഡ്മിൻ്റൺ താരമായ S മുരളീധരൻ എന്നിവർക്കാണ് 2024 ദ്രോണാചാര്യ അവാർഡിൽ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത്. 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹമായത്. 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹമായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ PEFI.
ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയ്ക്കാണ്. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ്. ഡി ഗുകേഷാണ് ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്? കുവൈത്ത്. കുവൈത്ത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് മുബാറക് അൽ കബീർ പുരസ്കാരം. ഈ പുരസ്കാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ചത്. കുവൈത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് മുബാറക് അൽ കബീർ എന്ന പുരസ്കാരം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് മനോരഥം. മനോരഥം എന്നതാണ് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരത്തിൻ്റെ പേര്. മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് IIT ബോംബെ. IIT ബോംബെയാണ് മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത്. മീർ കാറ്റ് റേഡിയോ ടെലിസ്കോപ്പ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലാണ് മീർ കാറ്റ് റേഡിയോ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിൻ്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റ് കെല്ലി. കെല്ലി എന്ന AI റിസപ്ഷനിസ്റ്റാണ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിൻ്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റ്. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറയാണ് ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബോളർ. 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഹിന്ദി ഭാഷാ ചിത്രം സന്തോഷ്. സന്തോഷ് എന്ന ഹിന്ദി ഭാഷാ ചിത്രമാണ് 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഹിന്ദി ഭാഷാ ചിത്രം. 2024 JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 2024 JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ടൊവിനോ തോമസ്. ടൊവിനോ തോമസ് ആണ് 2024 JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി ആയ വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി. രാമകൃഷ്ണൻ ശിവസ്വാമിയാണ് 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളിയായ വ്യവസായി. 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം നേപ്പാൾ. നേപ്പാളാണ് 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി സമന്വയ. സമന്വയ പദ്ധതിയാണ് അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ISRO. ISROയാണ് ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി. ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? വേണു നായർ. വേണു നായരുടെ ഡോക്യുമെൻ്ററിയാണ് ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള
100ാമത്തെ ദൗത്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം NVS-02. NVS-02 ആണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAയുടെ CEO. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO ഭുവനേഷ് കുമാർ. ഭുവനേഷ് കുമാറാണ് UIDAI യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. ഗുജറാത്തിൽ നിലവിൽ വന്ന 34ാമത്തെ ജില്ല. ഗുജറാത്തിൽ നിലവിൽ വന്ന 34ാമത്തെ ജില്ലയാണ് വാവ് തരാഡ്. വാവ് തരാഡ് എന്ന ജില്ലയാണ് ഗുജറാത്തിൽ നിലവിൽ വന്ന 34ാമത്തെ ജില്ല. പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷമേതാണ്? 2025. 2025 പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ V. നാരായണൻ. V. നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അർബൻ വേട്ട എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അർബൻ വേട്ട എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് A. സജികുമാർ. A. സജികുമാറാണ് അർബൻ വേട്ട എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. KS മണിലാലാണ് അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത് കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയനാണ് 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത്. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R. വൈശാലി. R. വൈശാലിയാണ് ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ CR-450. CR-450 ആണ് അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹാദൂർ സിംഗ് സാഗു. ബഹാദൂർ സിംഗ് സാഗു ആണ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. കേരളമാണ് പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ അവാർഡ് 2025 പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. ആടുജീവിതമാണ് മികച്ച ചിത്രത്തിനായുള്ള 2025 ഓസ്കാർ അവാർഡ് പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത് രാജ്ഘട്ട്. ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിലാണ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത്. ബഹിരാകാശത്ത് മാലിന്യം ശേഖരിക്കാൻ റോബോട്ടിക് മാനിപ്പുലേറ്റർ വികസിപ്പിക്കുന്ന സ്ഥാപനം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ് ബഹിരാകാശത്ത് മാലിന്യം ശേഖരിക്കാൻ റോബോട്ടിക് മാനിപ്പുലേറ്റർ വികസിപ്പിക്കുന്ന സ്ഥാപനം. ഇന്ത്യയിലാദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത്. ഇന്ത്യയിലാദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിം. സിക്കിമിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത്.
കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കും ലക്ഷ്യമിട്ട് CBI ആവിഷ്കരിച്ച പോർട്ടൽ ഭാരത് പോൾ എന്ന പോർട്ടലാണ് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കും ലക്ഷ്യമിട്ട് CBI ആവിഷ്കരിച്ച പോർട്ടൽ. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ സ്ഥാപനം IIT ഗുവാഹത്തിയിലെ IIT ആണ് രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ സ്ഥാപനം. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യ വനിത വൈസ് അഡ്മിറൽ ആരതി സരിനാണ് സായുധ സേനകളുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യ വനിത. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.